ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. അതിലെ മോഡ്യൂൾ 1ന്റെ ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. മോഡ്യൂൾ 1 മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സസ് ആണ്. ഓക്കെ, മെട്രിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പല കാര്യങ്ങൾ പഠിച്ചു. എന്താണ് മെട്രിക്സ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. മെട്രിക്സിൽ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പഠിച്ചു. അഡ്ജോയിന്റ് എന്താണ്, ഇൻവേഴ്സ് എന്താണ്, സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, അങ്ങനെ പല ടൈപ്പ് മെട്രിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അവിടെ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മെട്രിക്സ്. ഓക്കെ, പ്ലസ് ടു നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്പോസ്, അഡ്ജോയിന്റ്, ഡിറ്റർമിനന്റ് നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതേപോലെ തന്നെ അവിടെ പ്ലസ് ടു നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്കിവിടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അതാണ് നമ്മുടെ മെട്രിക്സ്. കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കണം. സോ അതേപോലെ തന്നെ നമുക്കിവിടെ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അവിടെ നമ്മൾ പഠിച്ചത്, അതായത് പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചതിൽ നിന്നുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടുന്നതും വീണ്ടും നമുക്ക് ഇവിടെ ആവശ്യം കൂടുതൽ വരുന്നതുമായ ഒരു ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ അവിടെ പഠിച്ച കാര്യം തന്നെയാണ്. അത് ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ച്. ഓക്കെ, ആദ്യം ബേസിക്കലി മെട്രിക്സ് എന്താണ് മെട്രിക്സ്? ഓക്കെ, മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കുറച്ച് നമ്പേഴ്സ് ഒരു ചുമ്മാ അറേഞ്ച് ചെയ്യുകയാണോ? അല്ല, ഒരു സ്പെസിഫൈഡ് റോസ് അതിന്റെ കോളംസിനെ ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റെക്ടാങ്കുലർ സ്ക്വയർ ബോക്സിനകത്ത് നമ്മൾ കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, നമുക്കിവിടെ വേണ്ടത് നമ്പേഴ്സ് ആണ്, എലമെന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ആ നമ്പേഴ്സ് നമ്മളൊരു സ്പെസിഫൈഡ് അറേഞ്ച്മെന്റ് ഓർഡറിൽ, അതായത് റോസ് അതിന്റെ കോളംസ്, റോസിനെയും കോളംസിനെയും അനുസരിച്ച് നമ്മളൊരു കുറച്ച് നമ്പേഴ്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് നമ്പേഴ്സ് ആർ കാൾഡ് എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. നമ്മൾ ഈ മെട്രിക്സിനകത്ത് അറേഞ്ച് ചെയ്യുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. എ മെട്രിക്സ് വിത്ത് m number of rows and n number of columns, are called മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഓർഡർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, m into n അല്ലെങ്കിൽ m cross n അല്ലെങ്കിൽ m by n, അങ്ങനെ പല രീതിയിലുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ പറയുന്നത് 2/2 ആണ്. 2/2 എന്നാണ് ഈ 2/2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 2 റോ ഉണ്ട്. ആദ്യം നമ്മൾ എഴുതുന്നത് എന്തിന്റെ എണ്ണമാണ്, റോയുടെ എണ്ണമാണ്. രണ്ടാമത് നമ്മൾ എഴുതുന്നത് എന്തിന്റെ എണ്ണമാണ്, കോളത്തിന്റെ എണ്ണമാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് എന്തിന്റെ നമ്പറാണ്, റോസ്. എത്ര റോസ് ഉണ്ട്, ഇവിടെ എത്ര റോസ് ഉണ്ട്, 2 റോസ് ഉണ്ട്. അതേപോലെ രണ്ടാമത് പറയുന്നത് എന്താണ്, കോളത്തിനെയാണ്. ഇപ്പൊ 2/3. അപ്പൊ 2/3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് എത്രയാണ്, എത്ര നമ്പർ ഓഫ് റോസ്, ഇത് എത്രയാണ്, എത്ര നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, അതായത് 2 റോ 3 കോളം, അങ്ങനെയുള്ള മെട്രിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ കാൽക്കുലേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, അതുപോലുള്ള മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു. അഡിഷൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം അതിന്റെ പ്രത്യേകത, 2 മെട്രിക്സിന്റെ ആഡ് ചെയ്യണമെങ്കിൽ ആ 2 മെട്രിക്സിന്റെയും ഡയമെൻഷൻസ് ഷുഡ് ബി സെയിം. 2 മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. അതായത് ഒരു 2/2 മെട്രിക്സും മറ്റേതും ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2/3 മെട്രിക്സും മറ്റൊരു 2/3 മെട്രിക്സും ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം രീതി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അതൊന്നും നമുക്ക് ഇവിടെ വലുതായിട്ട് ആവശ്യം വരില്ല. 2/3 മെട്രിക്സും വേറൊരു 2/3 മെട്രിക്സും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു റൂളാണ്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള റൂള്, ഒരു മെട്രിക്സ് 2/3 മെട്രിക്സ് ആണ്, ഏതോ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് 3/2 മെട്രിക്സ് ആണ്. അതായത് ഇവിടുത്തെ ആദ്യത്തേത് റോയെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു, രണ്ടാമത്തെ എന്താണ്, കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് 2/3 മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ 3/2 ആണ്. ഇത് തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, അത് ആദ്യം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആദ്യത്തെ മെട്രിക്സ് അതായത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ
ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എ ബി എന്ന മെട്രിക്സ് ആണെങ്കിൽ എ മെട്രിക്സിന്റെ കോളവും ബി മെട്രിക്സിന്റെ റോയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എ മെട്രിക്സിന്റെ കോളവും ബി മെട്രിക്സിന്റെ റോയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇവിടെ എന്താണ്? സെയിം ആണ്, 3 ആണ്, മറ്റിടത്തും 3 ആണ്. സോ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. ആ മെട്രിക്സിന് ഒരു സ്പെസിഫൈഡ് ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ. ഏത് മെട്രിക്സിന് ഡയമെൻഷൻ ഉണ്ടാവും? റോ ഉണ്ടാവും, കോളം ഉണ്ടാവും. ആ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/2 മെട്രിക്സ് ആയിരിക്കും. അതായത് ഏത് 2? E2ഉം പിന്നെ E2. അതാണ് എന്തിന്റെ റൂള്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ അങ്ങനെയാണ്. ഓക്കെ, ആദ്യത്തിന്റെ കോളവും രണ്ടാമത്തിന്റെ റോയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതെങ്ങനെയാണെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/2 ബാലൻസ് വരുന്ന രണ്ട് നമ്പേഴ്സ്, ആദ്യത്തെ റോയും രണ്ടാമത്തിന്റെ കോളവും ചേർത്ത് എഴുതുന്ന മെട്രിക്സ്, അതിന്റെ ഡയമെൻഷൻ ചേർത്ത് എഴുതുമ്പോഴാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ സിമെട്രിക് എന്താണ്, സ്ക്യൂ സിമെട്രിക് എന്താണ്, ട്രാൻസ്പോസ് എന്താണ്. ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്? റോയെയും കോളത്തിനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആയി. സിമെട്രിക് എന്ന് പറയുന്നത് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസും ഒറിജിനൽ മെട്രിക്സും സെയിം ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അതുപോലെ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് 1 2 3 2 3 1 then 3 1 2. ഇൻവേഴ്സ് എങ്ങനെയാണ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബേസിക്കലി ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ്. റോയും കോളവും ഈക്വൽ ആണെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നൗ എങ്ങനെയാണ് ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എന്താണ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ? എ ഇൻവേഴ്സ് ഈക്വൽ ടു adjoint A divided by determinant A. ഇതാണ് എ ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. അതായത് ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് മെട്രിക്സ്, അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിന് ആദ്യം എന്ത് കാണണം? ഞാൻ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഒരു വാല്യൂ ആണ്. നമുക്ക് ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഡിറ്റർമിനന്റ് എ എങ്ങനെയാണ് കാണുന്നത്? ആ മെട്രിക്സ് എഴുതുകയാണ്. എന്താണ് മെട്രിക്സ്? 1 2 3 2 3 1 3 1 2. ഓക്കെ അല്ലേ? ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുന്നത്? ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ഈ എലമെന്റ് കൺസിഡർ ചെയ്യുക, E1. അത് ഉൾപ്പെടുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് 1 എഴുതുക. 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന വാല്യൂസ് 3 1 1 2 അതിനെന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 3 ഇൻറ്റു 2 എന്താണെന്ന് അറിയാം? 6 മൈനസ് 1 ഇൻറ്റു 1 1. എന്താ ചെയ്തത്? 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി 3 ഇൻറ്റു 2 6 6 മൈനസ് 1. ഓക്കെ, നൗ മൈനസ് രണ്ടാമത്തെ എലമെന്റിന് മൈനസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഇവിടുത്തെ എലമെന്റ് എത്ര? 2 ആണ്. അത് ഉൾപ്പെടുന്ന ആ 2 ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. 2 ഉൾപ്പെടുന്ന റോയും കോളവും. അപ്പൊ ബാക്കി എന്തുണ്ട്? 2 1 3 2. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 എത്രയാണ്? 4. ദെൻ 1 ഇൻറ്റു 3 അത് എത്രയാണ്? 3. ഓക്കെ അല്ലേ? നൗ പിന്നെ അടുത്ത് എന്താ വേണ്ടത്? അടുത്ത 3. ഏത് 3? ഈ 3 അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി. അത് അവിടെ എന്താ കൊടുക്കേണ്ടത്? പ്ലസ്. ആദ്യം പോസിറ്റീവ്, രണ്ടാമത് നെഗറ്റീവ്, മൂന്നാമത് എന്താണ്? പോസിറ്റീവ്. 3 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. ബാക്കി വരുന്നത് 2 ഇൻറ്റു 1 അതെന്താണ്? 2 മൈനസ് 3 ഇൻറ്റു 3 അത് എത്രയാണ്? 9 അല്ലേ? എന്നിട്ട് ഇതിന്റെ വാല്യൂ കാണുക. 6 മൈനസ് 1 5 ആണ്. 5 ഇൻറ്റു 1 5 തന്നെ. മൈനസ് 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. സോ 5 മൈനസ് 2. ദെൻ 2 മൈനസ് 9 2 മൈനസ് 9 എത്രയെന്ന് അറിയാം? മൈനസ് 7 ആണ്. 2 മൈനസ് 9 മൈനസ് 7 ഇൻറ്റു 3 എന്താണ്? മൈനസ് 7 ഇൻറ്റു 3 7 ഇൻറ്റു 3 21 അതായത് മൈനസ് 21.
ഓക്കെ, എന്ത് കിട്ടും? 5 - 2 5 - 2 3 ആണ്. 3 - 21 3 - 21 -18. 3 - 21 എന്ന് പറയുന്നത് -18 എന്ന് കിട്ടും. സോ അതവിടെ കിട്ടി. ഓക്കെ, എനിക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് എ കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? അഡ്ജോയിന്റ് വേണം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോഫാക്ടർ മെട്രിക്സിനെയാണ്. അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് കോഫാക്ടർ മെട്രിക്സ് കാണണം. എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് കാണണം? അത് കണ്ടുപിടിക്കാനുള്ളത് വഴി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് എന്റെ എ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ, അതായത് കോഫാക്ടർ മെട്രിക്സ് ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഓരോ കോഫാക്ടർ വാല്യൂസ് എഴുതുക. C11 ഈക്വൽ ടു എന്ത് ചെയ്യണം? ആദ്യത്തെ എലിമെന്റ് കൺസിഡർ ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. ആദ്യത്തെ എലിമെന്റ് കൺസിഡർ ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. ബാക്കി വരുന്ന എലിമെന്റിന്റെ ഡിറ്റർമിനന്റ് 3 1 1 2, അതിന്റെ ഡിറ്റർമിനന്റ് 3 × 2 6 6 - 1 എന്താണ്? 5. അപ്പൊ C11 എന്ന് പറയുന്നത് എന്താണ്? 5 ആയിരിക്കും. ഇനി ചെയ്യേണ്ട കാര്യം, ഈ C11 ഈ സഫിക്സിൽ എഴുതിയ നമ്പേഴ്സ് ഉണ്ടല്ലോ 1 1, ആ രണ്ട് നമ്പേഴ്സിനെയും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പർ 1 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, 1 1 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന നമ്പറിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ എഴുതുക. ഇവിടെ കിട്ടിയ നമ്പർ അതുപോലെ എഴുതുക. ഇനി മറിച്ച് ഇവിടെ രണ്ട് സഫിക്സിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ കിട്ടിയ ആൻസറിന്റെ സൈൻ മാറ്റി കൊടുക്കുക. അതായത് ഇവിടെ കിട്ടിയത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് ആണ് അവിടെ കിട്ടിയത് എന്തെങ്കിലും എന്തായി മാറ്റുക? പോസിറ്റീവായി മാറ്റുക. ഇതാണ് കോഫാക്ടർ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട റൂൾ. ഓക്കെ അല്ലേ? അപ്പൊ C11 ആയി. അടുത്തെന്താ? C12. അതായത് 1 1 ആഡ് ചെയ്തപ്പോൾ 2 ആണ്. 2 എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. അതുകൊണ്ട് സൈൻ ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത C12 എടുക്കാനായിട്ട് ഈ എലമെന്റ്, അതായത് 2 എന്ന എലമെന്റ് കൺസിഡർ ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. ദെൻ ബാലൻസ് വരുന്നത് 2 1 3 2 2 × 2 4 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 1 × 2 ആഡ് ചെയ്യുമ്പോൾ എത്രയായി കിട്ടുന്നത്? 3. അതൊരു ഓഡ് നമ്പർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് നിർബന്ധമായിട്ടും കൊടുക്കണം. സോ -1. ഓക്കെ അല്ലേ? അപ്പൊ C12 ആയി. ഇനി അടുത്ത് ചെയ്യേണ്ടത് C13 എന്ന് പറയുമ്പോൾ ഏത് എലമെന്റ്? ദിസ് വൺ, ഫസ്റ്റ് റോ മൂന്നാമത്തെ കോളം, അതായത് ഈ എലമെന്റ്, അതിൽ ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. ബാക്കി വരുന്നത് 2 3 3 1. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. 2 - 9 2 × 1 2 2 - 3 × 3 9. 2 - 9 എന്ന് പറയുന്നത് -7. 2 - 9 എന്ന് പറയുന്നത് -7. ഓക്കെ അല്ലേ? 1 3 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4. അത് എന്ത് നമ്പറാണ്? ഈവൻ നമ്പർ. അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്ത് എന്താ വേണ്ടത്? C21. എന്താണ് C21 എന്ന് പറയുന്നത് ഈ എലമെന്റ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം, ഈ എലമെന്റ് കൺസിഡർ ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. 2 3 1 2. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. 2 × 2 4 4 - 3 4 - 3 എത്രയാണ്? 1. ഇവിടെ 2 1 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. സോ നിർബന്ധമായിട്ടും സൈൻ ചേഞ്ച് വേണം. -1. ഇനി അടുത്തെന്താ? C22 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം, ഇതാണ് എലമെന്റ്, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. 1 3 3 2. അപ്പോ 2 - 9 2 - 9 എന്ന് പറയുന്നത് -7. സോ -7. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് നോക്കുക. 2 2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4. സോ സൈൻ ചേഞ്ചിന്റെ ആവശ്യമില്ല. ഇതേപോലെ C23 ഇതുപോലെ ഓരോ വാല്യൂം കണ്ടുപിടിക്കണം. 2 3 എലമെന്റ് ആണ്, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറി. 1 - 6 -5 ആണ്. -5 നമുക്കിവിടെ C23 ആണ് വന്നിരിക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഈവൻ ഓഡ് നമ്പർ ആണ് കിട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ട്. അപ്പൊ -5 കിട്ടിയതിന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതിയാൽ മതി? +5. ഓക്കെ അല്ലേ? അടുത്ത് C31 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ്, അത് ഉൾപ്പെടുന്ന റോയും കോളം മാറ്റുക. 2 - 9 എന്ന് പറയുന്നത് -7 തന്നെയാണ്. സൈൻ ചേഞ്ചിന്റെ ആവശ്യം ഇല്ല, കാരണം 3 1 ആഡ് ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുന്നത്. ഓക്കെ, C31 ആയി. അടുത്തെന്ത് കാണണം? C32 കാണണം. C32 എന്ന് പറയുന്നത് മൂന്നാമത്തെ റോ രണ്ടാമത്തെ കോളം, അതായത് ഈ എലമെന്റ്, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. 1 3 2 1, അതായത് 1 - 6
1 - 6 -5. സോ -5 മാറി എന്തായി മാറും +5. കാരണം എന്താ 3 × 2 ആഡ് ചെയ്യുമ്പോൾ എത്രയായി കിട്ടുന്നത് 5. ഓഡ് നമ്പർ അല്ലേ? സോ സൈൻ മാറ്റണം. അടുത്തെന്താ C33 എന്തായിരിക്കും വരിക? ഈ എലമെന്റ് കൺസിഡർ ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക. 1 × 3 ആണ്. 3 - 4 -1. സോ -1. സൈൻ ചേഞ്ചിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 3 × 3 ആഡ് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കോഫാക്ടർ വാല്യൂസ് എല്ലാം ഇതുപോലെ എടുത്തെഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് എഴുതുക. കോഫാക്ടർ മാട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ വാല്യൂസ് എല്ലാം ഓർഡറിലും എഴുതിയാൽ മതി. 5 അടുത്തെന്താ -1 അടുത്ത് -7. 5 -1 -7. 5 -1 -7 അടുത്ത് -1 -7 5. -1 -7 5. -1 -7 5. അടുത്ത് -7 5 -1. ഇതിനെ പറയുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിൽ നിന്നാണ് എനിക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? അഡ്ജോയിന്റ് മെട്രിക്സ് കാണേണ്ടത്. അതായത് അഡ്ജ് മെട്രിക്സ്, അഡ്ജ് എ അല്ലെങ്കിൽ അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. എന്താണ് ട്രാൻസ്പോസ്? റോയെ മാറ്റി കോളം ആക്കുക, കോളത്തിനെ മാറ്റി എന്താക്കുക? റോയ് ആക്കുക. സോ ഇതിനെ 5 -1 -7 അത് റോയിൽ വരും. 5 -1 -7 അടുത്ത് -1 -7 5. -1 -7 5 അടുത്തെന്താ? -7 5 -1 -7 5 ഓക്കെ. അതിനെ എന്ത് ചെയ്തു? ട്രാൻസ്പോസ് എടുത്തു. റോയെയും കോളത്തിനെ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച്. റോയെ മാത്രം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അത് നേരെ കോളം ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കോളത്തിനെ ഇന്റർചേഞ്ച് ചെയ്ത് റോ ആക്കി എഴുതുക. അപ്പൊ എന്ത് കിട്ടി? എനിക്ക് അഡ്ജോയിന്റ് മെട്രിക്സ് കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എ ഇൻവേഴ്സ്. എന്താണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ദാറ്റ് ഈസ് എന്തായിരുന്നു ഡിറ്റർമിനന്റ് എ? ഡിറ്റർമിനന്റ് എ ഞാൻ കണ്ടുപിടിച്ചത് -18. ഓക്കെ അല്ലേ? സോ എന്ത് വരും? -8. അതായത് ഈ മെട്രിക്സ് അതുപോലെ എഴുതുക. എന്ത് വരും? 5 -1 -7 -1 -7 5 then -7 5 -1 then ഇത് എന്റെ അഡ്ജസ്റ്റ് ചെയ്യണം. ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എന്തായിരുന്നു? ഡിറ്റർമിനന്റ് -18. ദാറ്റ് ഈസ് -1/8 ഇൻറ്റു ഈ മെട്രിക്സ്. ഇതാണ് എന്ത് പറയുന്നത്? എ ഇൻവേഴ്സ്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഫോർമുല അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. സോ അതിൽ ഡിറ്റർമിനന്റ് എ ആദ്യം കണ്ടുപിടിക്കുക. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? കോഫാക്ടർ മെട്രിക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. കോഫാക്ടർ മെട്രിക്സ് എടുത്തതിന് ശേഷം അതിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. സോ അഡ്ജോയിന്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? എ ഇൻവേഴ്സ്. സോ ഈ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് സബ്ജക്റ്റിൽ തന്നെ ആവശ്യമുള്ളതാണ്. നമ്മൾ അതേപോലെ തന്നെ +2 നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഓക്കെ. സോ മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാൽക്കുലേഷൻസ്, നമ്പർ ബേസ്ഡുള്ള കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ തരിച്ച് നല്ലതുപോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന്റെ ടോപ്പിക് വൈസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.